ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മജീഷ്യനാണ് ഐസക് എന്ന് പറയുന്ന ആള്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. പണമില്ലാതെ പദ്ധതികൾ പ്രഖ്യാപിക്കുക, എന്നിട്ട് പണം എവിടെ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്ക് എന്തറിയാം? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഇത് ഇന്റഗ്രേഷൻ അല്ലേ? ഒരു പുതിയ വാക്കാണ് ഇന്റഗ്രേഷൻ അല്ലേ ഇത്? അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? വിവിധ വകുപ്പുകൾ തമ്മിലുള്ള നിലവിലിരിക്കുന്ന പദ്ധതികൾ തമ്മിലുള്ള ഒരു ഇന്റഗ്രേഷൻ അല്ലേ എന്നിരിക്കുക. പണമില്ല എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ ഇക്കോണമി, പുതിയ വാക്കുകളാണ്, നല്ല കാര്യങ്ങളാണ്. സക്സസ് സക്സസ് ഓപ്പറേഷൻ സക്സസ് നല്ല സ്വപ്ന പദ്ധതികളാണ്. പക്ഷെ അതിന്റെ അകത്ത് വ്യക്തതയില്ലല്ലോ, അതിന്റെ അകത്ത് ക്ലാരിറ്റി ഇല്ലല്ലോ. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ജോലിയില്ലാത്ത അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്ത കേരളത്തിലെ ചെറുപ്പക്കാർ അതിൽ പേർ രജിസ്റ്റർ ചെയ്താൽ ഞങ്ങൾ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടും. ആ സ്ഥാപനങ്ങൾ വഴി നിങ്ങൾക്ക് തൊഴിൽ തരും. അടുത്ത വർഷം 3 ലക്ഷം പേർക്ക് ഞങ്ങൾ തൊഴിൽ തരും. ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് 3 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കാൻ പോകുന്നത്? അതന്നത്തെ ചോരത്തിളപ്പിന്. കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ 25 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം എന്തായാലും അത് ഭാഗ്യം, അത് 20 ലക്ഷമായിട്ട് കുറച്ചു അടുത്ത 5 വർഷത്തേക്ക്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അപ്പൊ ഇതെല്ലാം ഈ പറയുന്നത് യഥാർത്ഥ ധനസ്ഥിതിയെ മറച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് പ്രചരണത്തിന് വേണ്ടി നടത്തുന്ന കാര്യങ്ങളാണ്. 18 കളരികൾക്കും ഗുരുക്കളായ ഈ ആരോമലാണ് പറയുന്നത്. കുളമന്നൂർ കാവിലെ ഭഗവതിയാണ് സത്യം. തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങൾക്ക് ഓരോ മുണ്ടും ഓരോ കുപ്പി പട്ടച്ചാരായവും. ഇത് സത്യം സത്യം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക്, അദ്ദേഹം ബജറ്റിലൂടെ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്ക് വിശ്വാസ്യതയുടെ കുറവുണ്ട്. കാരണം അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലത്തെ ബജറ്റ് എടുത്ത് പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളിൽ നടപ്പാക്കിയ പദ്ധതികളുടെ അതിന്റെ 3 ഇരട്ടി വരും നടപ്പാക്കാത്ത പദ്ധതികൾ. വിട്ടില്ലേ? ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഇതുപോലുള്ള ഇത്രയും നല്ല പേര് കണ്ടുപിടിക്കാൻ ഐസക്കിനെ പോലെ ഒരാൾ കേരളത്തിലില്ല. ഏത് പദ്ധതിക്കാണെങ്കിലും അതിന് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് വേറെ അതിനൊരു ഉദാത്തമായ മാനം കൊടുത്ത് നമ്മളെ കൂടി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ ഇതിലൊക്കെ പണ്ട് വീണുപോയിരുന്ന ഒരാളാണ്. ഇദ്ദേഹം ഇത് പറയുമ്പോ ഞാൻ ഭയങ്കര ആവേശഭരിതരായി ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്താൽ അത് കൊടുത്തതാണ്. ഐ എം എ ഡേഞ്ചറസ് മാൻ. പക്ഷെ ഇത് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോ ആ യാഥാർത്ഥ്യവും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാനൊക്കെ പെട്ടുപോയത് ഇപ്പോഴും ഒരുപാട് ആളുകൾ പെട്ടു നിൽക്കുകയാണ്. നമ്മളിത് കഴിഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ 10ാമത്തെ വർഷമാണ്. ഞാൻ അസംബ്ലിയിലെ MLA ആയിട്ട് വരുമ്പോൾ മുതൽ അദ്ദേഹം അവിടെ ഉണ്ട്. ധനകാര്യ കാര്യങ്ങൾ സംസാരിക്കും. സത്യം പറഞ്ഞാൽ ഐസക്കിനെ പോലെ ഒരാൾ അപ്പുറത്തുള്ളത് കൊണ്ടാണ് ഞാൻ എക്കണോമിക്സ് പഠിക്കാൻ തുടങ്ങിയത്. അന്നൊക്കെ ഐസക്ക് തുടക്കത്തിലെ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെ വഴിതെറ്റിച്ചുകൊണ്ടു പോകും. ഇപ്പോഴും നമ്മൾ സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ നമ്മളെ വേറെ വഴിക്ക് കൊണ്ടുപോകും. അത്രയും ബുദ്ധിമാനായ, ഞാൻ വീണ്ടും ഒരു വാക്കെടുത്ത് പറയുന്നു, അത്രയും കൗശലക്കാരനായ ഒരു മജീഷ്യനാണ് അദ്ദേഹം. പക്ഷേ യാഥാർത്ഥ്യം ഇതൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞില്ലേ ഇത് ജെൻഡർ ബജറ്റാണ് എന്ന് പ്രഖ്യാപിക്കും. 2 ജെൻഡർ ബജറ്റ് പ്രഖ്യാപിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, ഞാനിപ്പോ ഇത് നോക്കും എന്താണ് ഇതിന്റെ ഔട്ട്കം. ഞാൻ ചോദിച്ചു, കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരു പൊതു സ്ഥലത്ത് പോയാൽ അവർക്കൊരു ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഒരു ടോയ്ലറ്റ് പോലും പണിതിട്ടില്ല. ഈ ജെൻഡർ ബജറ്റ് 2 പ്രാവശ്യം കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ വ്യവസായ ഇടനാഴി 5 കൊല്ലമായിട്ട് പറയാണ് വ്യവസായ ഇടനാഴി. എന്റെ ഭയം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. ഇവിടെ നിക്ഷേപര് വരുമ്പോൾ അവർക്ക് ഒരു എക്കോ സിസ്റ്റം ഉണ്ടാക്കും. അപ്പൊ കണ്ടില്ലേ, ടെക് മഹീന്ദ്ര വരുന്നു, നിസാൻ മോട്ടോഴ്സ് വരുന്നു, ഹിറ്റാച്ചി വരുന്നു എന്ന് പറഞ്ഞു. അവരൊക്കെ വന്നിട്ട് ഓടിപ്പോയ വഴിയിൽ പുല്ലുപോലും മുളച്ചിട്ടില്ല. കാരണം ഞാനിപ്പോ ധനകാര്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല, ധനകാര്യമന്ത്രി അത് പ്രഖ്യാപിക്കുന്ന ആളാണ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നിൽപ്പച്ചന് മനസ്സിലായില്ലേ? അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റം വേണം. യഥാർത്ഥ പ്രശ്നം എന്താണ്? യഥാർത്ഥ പ്രശ്നം ബജറ്റ് എന്ന് പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. വാർഷിക വരവ് ചെലവ് കണക്കാണ്. ഈ വാർഷിക വരവ് ചെലവ് കണക്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ എന്താണ് വരുമാനം?
വരുമാനം അദ്ദേഹം അധികാരത്തിൽ വന്ന 5 കൊല്ലം മുമ്പ് പറഞ്ഞത് എന്നോട് പറഞ്ഞത്, നിങ്ങൾ നോക്കിക്കോ സതീശ, ഞങ്ങൾ നിങ്ങളെ പോലെ അല്ല, ഞങ്ങൾ അടുത്ത 5 വർഷക്കാലം 30% നികുതി വരുമാന വർധന ഉണ്ടാവും, നോക്കിക്കോ എന്ന് പറഞ്ഞു. 10 കടക്കുന്നില്ല അദ്ദേഹത്തിന്റെ നികുതി വരുമാന വർധനവ്. അദ്ദേഹം GST കൊണ്ടുവന്നിട്ട് ആ GSTയിലെ നികുതി ഭരണം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അത് റീകൺസ്ട്രക്ട് ചെയ്തു, അത് റീസ്ട്രക്ചർ ചെയ്തു, പുതിയ സംവിധാനങ്ങൾ ചെയ്തു, കുറവുകൾ പരിഹരിച്ച്. അദ്ദേഹത്തിന് KGSTയിലെ കുടിശ്ശിക പിരിക്കാൻ പറ്റിയിട്ടില്ല, ഇതുവരെ വാറ്റ് പിരിക്കാൻ പറ്റിയിട്ടില്ല. ഇതിൽ പ്രഖ്യാപനം കണ്ടില്ല, ആംനസ്റ്റി തുടരും. അദ്ദേഹം പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യത്തെയും കഴിഞ്ഞ വർഷത്തെയും അതിന്റെ മുമ്പിലത്തെ വർഷത്തെയും അദ്ദേഹത്തിന്റെ കുടിശ്ശിക പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആംനസ്റ്റി സ്കീം ദയനീയമായി പരാജയപ്പെട്ടു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതേ സ്കീം കണ്ടിന്യൂ എന്ന് പറയാണ്. സത്യത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താ? 2 ആംനസ്റ്റി സ്കീം എന്തുകൊണ്ട് തുടർച്ചയായി പരാജയപ്പെട്ടു? അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് കുറെ കൂടി ഭംഗിയായ രീതിയിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കണം. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ, യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നികുതി വരുമാനം കുറയാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായ സമീപനം അദ്ദേഹത്തിന്റെ ബജറ്റിലില്ല. കേൾക്കാം, ഉർവശി തിയേറ്റേഴ്സ് എന്നല്ല, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. അത്രേ ഉള്ളൂ, ഇത് ഞാൻ തീർത്തു കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുക്കാം. അയ്യോ, ഇത് തീർക്കുന്ന കാര്യമല്ല പറഞ്ഞത്, തീർക്കേണ്ട കാര്യം വേറെയാ. ഇത് വേറെയുണ്ടോ? എന്താ ഇങ്ങോട്ട് കൊണ്ടുപോകാം. പിന്നെ കഴിഞ്ഞ 5 കൊല്ലക്കാലം ഞാൻ 1996 2001 അദ്ദേഹം ധനകാര്യമന്ത്രിയായപ്പോ എനിക്ക് ആ പരാതി അദ്ദേഹത്തെ കുറിച്ചില്ല, ഈ പരാതിയൊന്നുമില്ല. അന്ന് അദ്ദേഹം കർശനമായി എല്ലാ വകുപ്പുകളിലും ഇടപെടുമായിരുന്നു. ഇപ്പൊ ഒരു വകുപ്പിലും അദ്ദേഹം ഇടപെടുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടാ, ഒരാളെ തട്ടാൻ വേണ്ടി ഇറങ്ങിയാണ് ഞാൻ. ഇവന്മാരെ ചേർത്ത് 3 ആ പിള്ളേരെ ചേർത്ത് 6. ഇപ്പൊ നീയും. ഓരോ നിമിഷം കഴിയുന്നോറും എന്റെ സമനില തെറ്റി ഞാനൊരു പ്രാർത്ഥനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഈ പ്രശ്നം തട്ടിയില്ലെങ്കിൽ നിങ്ങളെ 3 ഞാൻ തട്ടും. ശ്രമിച്ചേ. ദുർച്ചെലവ് നടക്കുകയാണ്. ധനകാര്യ വകുപ്പ് നോക്കുകുത്തിയായി നിൽക്കുകയാണ്. അതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാവും. ഞാൻ ഐസക്കിന്റെ ആ കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. രാഷ്ട്രീയ അദ്ദേഹം ഇന്റർവ്യൂ ചെയ്യുന്നില്ല അത്തരം കാര്യം. അപ്പൊ ദുർച്ചെലവുകൾ വർദ്ധിക്കുകയും വരുമാനം ഗണ്യമായി കുറയുകയും അതിന്റെ കൂടെ തീർച്ചയായിട്ടും നമ്മളതൊന്നും യാഥാർത്ഥ്യബോധമില്ലാതെ സംസാരിക്കരുത്. ഓർമ്മയുണ്ടല്ലോ, കണ്ടിട്ട് 8-9 വർഷമായതുകൊണ്ട് മറന്നു കാണുമെന്ന് കരുതി. നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഓർക്കും. പാൻഡമിക് സിറ്റുവേഷൻ ആണ്, മറ്റു പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി വന്ന് വല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഈ പറയുന്ന പരിപാടികൾ ഇദ്ദേഹം ചെയ്ത പരിപാടിയെ പറ്റുള്ളൂ. കാരണം പൈസ ഇല്ല കയ്യില്. ശ്വാസം നേരെ വീണ്. എന്റെ കയ്യില് പൈസ ഇല്ല, അവൻ എനിക്ക് പൈസ തന്നില്ല. ദൈവമേ, എത്ര കാലമായി 50ന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനും തോന്നണില്ല. ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെക്കാം. ഇലക്ഷൻ വരാൻ പോകുന്നു. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ചെയ്ത മാജിക്. അതാണ് ആ കാര്യത്തിലുള്ള താങ്കളുടെ പ്രാഥമികമായ വിമർശനം. എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേരെ സോപ്പ് പട്ടി, അറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേരെ സോപ്പ് പട്ടി, ആട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന് കുട്ടപ്പട്ടി.